നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ജാതിയുണ്ടോ, മതമുണ്ടോ? നെയ്യാറ്റിൻകര നഗരസഭയോടും എംഎൽഎയോടും ജനങ്ങളുടെ ചോദ്യം. അംബേദ്കർ പദ്ധതിയുടെ പേരിൽ നടക്കുന്നത് പച്ചയായ ഭരണഘടനാ ലംഘനം. നെയ്യാറ്റിൻകര. കേരളത്തിൽ ജാതിയുണ്ടോ, മതമുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നെയ്യാറ്റിൻകര നഗരസഭയും പ്രാദേശിക എംഎൽഎയും ചേർന്ന് കാണിക്കുന്നത് പച്ചയായ ജാതി വിവേചനമാണെന്ന് പരാതി. നഗരസഭയിലെ പെരുമ്പഴൂർ കടവുങ്കോട് ഭാഗത്ത് നടപ്പിലാക്കുന്ന 5 കോടി രൂപയുടെ അംബേദ്കർ പദ്ധതിയിൽ വലിയ തോതിലുള്ള അഴിമതിയും വിവേചനവുമാണ് നടക്കുന്നത്. ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൽ ജാതിയും മതവും നിയമപരമായി നിർത്തലാക്കിയിട്ടും നെയ്യാറ്റിൻകര നഗരസഭയും എംഎൽഎ ഭരണവും അത് വീണ്ടും കുത്തിപ്പൊക്കി ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ജാതി വിവേചനം നിർത്തലാക്കിയ ഇന്ത്യയിൽ ഈ കള്ള പരിപാടി എന്തിന്? ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ പേരിൽ നടത്തുന്ന ഈ പദ്ധതിയിൽ അംബേദ്കർ വിഭാവനം ചെയ്ത തുല്യനീതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ജാതി വിവേചനം അവസാനിപ്പിച്ച ഒരു രാജ്യത്ത് ഈ പദ്ധതിയിൽ SC/SC വിഭാഗത്തിന് മാത്രമാണ് മുൻഗണന നൽകുന്നത്. മറ്റുള്ള ജാതിക്കാരെ ഇവിടെ പരിഗണിക്കുന്നതേയില്ല. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന OC/OC വിഭാഗത്തിലെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളിലെയും അർഹരായ നൂറുകണക്കിന് കുടുംബങ്ങളെ നെയ്യാറ്റിൻകര നഗരസഭയും എംഎൽഎയും ബോധപൂർവം ഒഴിവാക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധവുമാണ്. രേഖകൾ പുച്ഛിച്ചു തള്ളുന്ന നഗരസഭാ ഉദ്യോഗസ്ഥർ കൃത്യമായ സർട്ടിഫിക്കറ്റുകളുമായി നഗരസഭാ ഓഫീസിലെത്തുന്ന സാധാരണക്കാരെ ഉദ്യോഗസ്ഥർ പുച്ഛിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ വരെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്ക് നിഷേധിച്ചുകൊണ്ട് അർഹരായവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നഗരസഭയും എംഎൽഎയും ഇന്ന് നടത്തുന്ന പരിപാടി വെറും കള്ള പരിപാടി ആണെന്ന് ജനങ്ങൾ ആഞ്ഞടിക്കുന്നു. 5 കോടിയുടെ പദ്ധതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താനാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എംഎൽഎ ഭരണത്തിനെതിരെ ഒന്നിക്കണം. നെയ്യാറ്റിൻകര നഗരസഭയുടെയും എംഎൽഎയുടെയും ഈ ജനവിരുദ്ധ നയത്തിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പൊതുജനങ്ങളും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. ജാതിയും മതവും നിർത്തലാക്കിയ ഇന്ത്യയിൽ ഒരു വിഭാഗത്തെ മാത്രം പരിഗണിച്ചു മറ്റുള്ളവരെ ശത്രുക്കളെപ്പോലെ കാണാൻ നഗരസഭയ്ക്കും എംഎൽഎയ്ക്കും ആരാണ് അധികാരം നൽകിയത്? കേരളത്തിൽ ജാതിയുണ്ട്, മതമുണ്ട് എന്ന് തെളിയിക്കുന്നതാണോ നഗരസഭയുടെ ഈ നടപടി? ഈ അനീതിക്കെതിരെ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങണം. പ്രധാന ആരോപണങ്ങൾ എംഎൽഎയും നഗരസഭയും ചേർന്നുള്ള അഴിമതി. അംബേദ്കർ പദ്ധതിയുടെ ഫണ്ട് രാഷ്ട്രീയ ലാഭത്തിനായി വകമാറ്റുന്നു. നിയമവിരുദ്ധമായ വിവേചനം. ജാതിയും മതവും നിർത്തലാക്കിയ രാജ്യത്ത് അർഹരായ OC വിഭാഗത്തെയും മറ്റുള്ളവരെയും ഒഴിവാക്കി. ഭരണഘടനാ ലംഘനം. എല്ലാവർക്കും അവകാശപ്പെട്ട പദ്ധതിയിൽ നഗരസഭയും എംഎൽഎയും ജാതി വിവേചനം കാണിക്കുന്നു. ജനവഞ്ചന. പരാതികൾ തീർപ്പാക്കാതെ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കുന്നു. നെയ്യാറ്റിൻകര നഗരസഭയുടെയും എംഎൽഎയുടെയും ഈ വിവേചനപരമായ നടപടികൾ തിരുത്തുന്നതുവരെയും അർഹരായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്നത് വരെയും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് കടവുങ്കോട് നിവാസികളുടെ തീരുമാനം. വിഷയത്തിൽ മുഖ്യമന്ത്രിയും വിജിലൻസും അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.